വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി സി.പി. ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. വിവാദ പ്രസ്താവന ആ വേദിയിലായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. കെ പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, വളരെ സ്ത്രീവിരുദ്ധമായ പരാമർശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേരളത്തിലെ സ്ത്രീകൾ ബസ്സിൽ പോകാൻ കാശില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത് സർക്കാർ തീരുമാനിച്ച ഒരു കാര്യത്തിൽ സ്ത്രീകൾ പങ്കാളികളാകുന്നു എന്ന് മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സി.പി. ജോൺ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്? വിവരങ്ങൾ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മന്ത്രിയുടെ വാക്കുകളിലുള്ളത്. ഒന്ന്, സ്ത്രീവിരുദ്ധ പരാമർശം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മനുഷ്യരെ, മലയാളികളെ മൊത്തം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതായത് ദരിദ്രരായ ആളുകൾ സമ്പന്നരായി ചമഞ്ഞ് ജീവിക്കുന്നു, അങ്ങനെ അഭിനയിക്കുന്നു. അതായത് കേരളത്തിലെ ആളുകൾക്ക് അഭിനയിക്കാൻ വലിയ കാര്യമാണെന്ന തരത്തിൽ ആ ആക്ഷേപം തുടങ്ങുകയാണ് ഉണ്ടായത്. ഇന്നലെ പാലക്കാട് ടൗണിലായിരുന്നു ഇത്തരത്തിലൊരു അസോസിയേഷന്റെ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ്, പൊതുസമ്മേളന വേദിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വളരെ ഗൗരവമുള്ള പരാമർശമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന്, പൊതു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സാധാരണ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് പോലും സ്ത്രീകൾക്കെതിരായ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആ സമയത്താണ് ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, മാത്രമല്ല അതൊരു വകുപ്പ് മന്ത്രി, ഈ അതേ വകുപ്പിലെ മന്ത്രിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഒന്ന്, സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ KSRTC കണക്കാക്കിയതാണ് പ്രിയദർശിനി കൊണ്ട്. അത് KSRTCക്ക് മാത്രമല്ല സ്വകാര്യ ബസ്സുകൾക്കും പ്രിയദർശിനി കൊണ്ട് നഷ്ടമുണ്ടാകുമെന്ന് വിലയിരുത്തിയതാണ്. അതിനുശേഷം പ്രിയദർശിനി ബസ്സുകളിൽ കയറുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സംബന്ധിച്ച ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു. 60 സീറ്റ് വരെ, അല്ലെങ്കിൽ 48ഉം 52ഉം സീറ്റുകളുള്ള ബസ്സുകളിൽ പോലും തിരക്കി ആളുകൾ കയറുന്നു, യാത്രക്കാർ കയറുന്നു. കൂടുതലും സ്ത്രീകളാണ്. പലപ്പോഴും പല ബസ്സുകളിലും 90-ലധികം ആളുകൾ കയറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന, അപകട ഭീഷണി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമെന്ന് വാർത്തകൾ പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടം എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ബസ്സിൽ നിന്ന് ടിക്കറ്റ് ഇതര വരുമാനം ലഭിക്കുന്നതോടെ ഈ സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, കുടുംബമായി എല്ലാവരും പോകുന്നതോട് തന്നെ, പുരുഷന്മാരുടെ ടിക്കറ്റ് കിട്ടുന്നതോട് തന്നെ ഇതൊരു പരിധിവരെ മറികടക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. ഈ രണ്ട് കാര്യത്തിലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടി തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം ഒരു വിമർശനം ഉയർന്നു വന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ മന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പോലും പലരും മടിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ തന്നെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ തന്നെയാണ് തങ്ങളുടെ കുട്ടികളെ വലിയ ഫീസ് കൊടുത്ത്
സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ്. തള്ളിക്കയറി സ്ത്രീകൾ പോകുകയാണ്, തിക്കിക്കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവമായി വിലയിരുത്തിക്കൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്ത് ഇത്രയും സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വലിയ ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് തന്നെ കേരളം കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, അത് പറയുന്ന വേദി സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ KSRTC ജീവനക്കാരുടെ പല നിലപാടുകളും അവരുടെ സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പലരും പുറത്തു കൊണ്ടുവന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതേ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശം പൊതുവേദിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇത് വലിയ തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾ ഒന്നൊഴിയാതെ സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിയുടെ യാത്രയും വിരുന്നുമൊക്കെ വിവാദമായ പശ്ചാത്തലത്തിൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് പിന്നിടുമ്പോൾ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് അതേ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരായ, കേരളത്തിലെ മനുഷ്യർക്കെതിരായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അഖില, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള തീരുമാനം വന്നത്. അല്ലാതെ ബസ്സിൽ സൗജന്യമായി യാത്ര വേണം എന്നുള്ളത് സ്ത്രീകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കിയ ഒരു കാര്യമാണ്. ആ കാര്യത്തിലാണ് അധിക്ഷേപം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ അധിക്ഷേപപരമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് പഠിച്ചു വരികയാണെന്ന്. എന്താണ് സർക്കാർ ഇതിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്? അഖില, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഒരു ആവേശത്തിനെടുത്ത തീരുമാനമെന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു UDFന്റെ തീരുമാനമായിരുന്നില്ല പ്രിയദർശിനി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസിന്റെ തീരുമാനമാണ്, കോൺഗ്രസ് ഉദ്ദേശിച്ച പദ്ധതിയാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയാണ് ഈ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും പിന്നീട് അതിന് UDFന്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെ അതിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, നേരത്തെ അഖില പറഞ്ഞതാണ് ഏറ്റവും സുപ്രധാന കാര്യം. ഏതെങ്കിലും ഒരു വിഭാഗം സ്ത്രീകളോ ഏതെങ്കിലും സംഘടനയോ തങ്ങൾക്ക് സ്ത്രീകളായ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പണമില്ലാത്ത സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ തൊഴിലിടത്തേക്ക് പോകുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, അതുകൊണ്ട് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് UDFന്റെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുൻപിലേക്ക് ആവശ്യമായി ഉന്നയിക്കുകയോ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയായ അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുന്നിലേക്ക് ആവശ്യമായി ഉന്നയിക്കുകയോ ചെയ്തതല്ല. അത് UDF ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് തത്വത്തിൽ പഠിച്ച ജനങ്ങളെ, സ്ത്രീകളെ ആകർഷിക്കാൻ, കാരണം സ്ത്രീ വോട്ടർമാർ സംസ്ഥാനത്ത് നിർണായകമാണെന്ന് കൃത്യമായി കോൺഗ്രസിന് അറിയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അതിനു മുൻപ് കോവിഡ് കാലഘട്ടത്തിലടക്കം പിണറായി സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ കിറ്റ് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് UDF പറഞ്ഞത് ആ കിറ്റ് വാങ്ങിയതിന്റെയൊക്കെ തന്നെ, അല്ലെങ്കിൽ കിറ്റ് നടപ്പിലാക്കിയതൊക്കെ തന്നെ സർക്കാരിന് ഗുണകരമായി, LDFന് CPMന് ഗുണകരമായി എന്നുള്ളതായിരുന്നു. അത് കണ്ടുകൊണ്ട് കൂടുതൽ സൗജന്യ സംവിധാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ആ നീക്കത്തിൽ പറയുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളും സൗജന്യം എന്നുള്ളതായിരുന്നു. പിന്നീട് അത് പ്രിയദർശിനി എന്ന പേരിലേക്ക് ബസ്സുകൾ വലിയ തരത്തിൽ പെയിന്റുകൾ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിൽ തന്നെ ചില ബസ്സുകൾക്ക് ക്രൈറ്റീരിയ വരുന്നു, മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അത്തരമൊരു നീക്കമുണ്ടാകുന്നത്. അപ്പോഴും ഒരു വിമർശനമുണ്ടായി. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് അവർ പറഞ്ഞത് കുറച്ച് ബസ്സിലെങ്കിലും ലഭിക്കുമെന്നുള്ള, അന്നും സർക്കാരും ഈ പറയുന്ന ഗതാഗത മന്ത്രി പറഞ്ഞതുണ്ട് 1000 രൂപയിലധികം, 1000-2000 രൂപ വരെ പല സ്ത്രീകൾക്കും ഒരു മാസം ലാഭം കിട്ടും. അതോടുകൂടി തന്നെ അവരുടെ കുടുംബ ബജറ്റ് കുറെ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും, സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാക്കാം. KSFൽ ചിട്ടികളടക്കം ചേർന്നുകൊണ്ട് സാമ്പത്തികമായി സ്വരൂപിക്കാനും ഒപ്പം തന്നെ കൂടുതൽ കുടുംബ ഭദ്രത ഉറപ്പാക്കാനും കഴിയുമെന്നുള്ളതാണ്. അത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്, കഴിഞ്ഞ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നടപ്പിലാക്കിയിരുന്നു. പെൻഷൻ പദ്ധതിയല്ല, സാമ്പത്തിക സഹായം നടപ്പിലാക്കിയിരുന്നു. 1000 രൂപ വീതം സ്ത്രീകൾക്ക് എന്നുള്ളതായിരുന്നു പ്രധാനമായി നടപ്പിലാക്കുക. അത് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ വിമർശനമായി തോന്നുന്നു. അപ്പോഴും പറഞ്ഞത് ഇത്തരത്തിൽ 1000 എന്നുള്ളതല്ല, 2000 രൂപ വരെ ഒരു കുടുംബത്തിലേക്ക് വരുമാനം അധികമായി വരികയാണ്. മാത്രമല്ല മറ്റൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് അന്ന് 1000 രൂപ നൽകാൻ തയ്യാറായി. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. അത് പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് പറയുന്ന അതേ സർക്കാരാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതി ചില മാനദണ്ഡങ്ങളോടെ നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയത് ഇത്തരത്തിൽ അത് സൗജന്യമായി ഉപയോഗിക്കുന്നതോടെ സ്ത്രീകൾ തിക്കിക്കയറ്റി പോവുകയും മര്യാദയില്ലാതെ ഇത്തരത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നുള്ള പരാമർശം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാരിന്, അത് മന്ത്രിക്ക് മാത്രമല്ല സർക്കാരിന് കുറെ കൂടി ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് കുറെ കൂടി ഉത്തരവാദിത്വമുണ്ട്. എന്താണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത് എന്നറിയാനാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ സ്വാഭാവികമായും മന്ത്രിയുടെ നിലപാടുകൾ തെറ്റാണെന്ന് തള്ളിപ്പറയാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവരുടെ മനസ്സിൽ ഈ നിലപാടുകളിലുള്ള ചാഞ്ചാട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ടവരോ ഇത്രയധികം ജന പിന്തുണ ഇതിന് ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയധികം യാത്രയ്ക്കായി എത്തുമെന്നോ ഒരു പ്രതീക്ഷ അവർക്കുണ്ടായി
ഉണ്ടായിരുന്നില്ല. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പരിഹരിച്ച് കൃത്യമായ ഒരു മാനദണ്ഡത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് വശവും തുല്യപ്പെടുത്തി പോകാൻ കഴിയും. പുരുഷന്മാരും സ്ത്രീകളും കയറുന്നതോടുകൂടി തന്നെ വലിയ വരുമാന നഷ്ടം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെറ്റിയത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ചാഞ്ചാട്ടമോ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അസംതൃപ്തിയൊക്കെ കൊണ്ടുകൂടിയായിരിക്കാം മന്ത്രി ഇത്തരം പരാമർശം നടത്തിയത്. പക്ഷേ അത് കേരളത്തിലെ സ്ത്രീകളെ ഒപ്പം തന്നെ കുടുംബികളെ ആകെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ സൗജന്യമായി എന്തും കിട്ടിയാലും വാങ്ങാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലേക്ക് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അഖില, ശരി, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ അധിക്ഷേപപരമായ പരാമർശമാണ് CP ജോൺ നടത്തിയ. സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകളെയും അത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സൗജന്യം കണ്ടാൽ അങ്ങോട്ടേക്ക് ചായുന്ന മനസ്സാണ് സ്ത്രീകൾക്ക് എന്നുള്ള തരത്തിലാണ് CP ജോണിൻ്റെ പരാമർശം. ഈ പ്രസംഗം മുഴുവൻ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ സംബന്ധിച്ച വിശദീകരണം അടുത്ത മണിക്കൂറുകളിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.